ഹായ്. എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ്, ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം അതേതാണെന്നറിയാമോ? പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ദ എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ് എന്നാണ്. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? എന്തുകൊണ്ടാണ് അത് ഇത്രയും വലിയ ഒരു അത്ഭുതമായി മാറുന്നത്? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ അത്ഭുതത്തെക്കുറിച്ചാണ്. വെൽത്ത് ടോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയാൻ ഞാനൊരു കഥ പറയാം. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിന് ചെസ് കളിയിൽ വലിയ താല്പര്യവും വലിയ അറിവുമുള്ള ആളായിരുന്നു. ആ അറിവ് വെച്ച് അദ്ദേഹം എല്ലാവരെയും തോൽപ്പിക്കുക ഒരു ഹരമായിരുന്നു. രാജ്യത്തിനും പുറത്തുമുള്ള മറ്റു രാജ്യങ്ങളിലുള്ളവരുമായും മത്സരിച്ച് അജയ്യനായ രാജാവ് ഒരു വലിയ അഹങ്കാരിയായി മാറി. തന്നോട് ചെസ് കളിയിൽ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആരും തന്നെ ഇല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹം, ആ രാജാവ് പറഞ്ഞു, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ആ രാജ്യത്തെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ രാജാവിനോട് ചെസ് കളിയിൽ ഏറ്റുമുട്ടാൻ തയ്യാറായി. അങ്ങനെ ചെസ് കളി ആരംഭിച്ചു. വളരെ സമയമെടുത്ത് രണ്ടുപേരും ഏറ്റുമുട്ടിയെങ്കിലും അവസാനം പരാജയം രാജാവിന് സമ്മതിക്കേണ്ടി വന്നു. ആ സാധു മനുഷ്യൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട രാജാവ് ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ആ സാധു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് കുറച്ച് അരി മതി. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, ആ അരി എനിക്ക് തരുന്നതിന് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ആ മനുഷ്യൻ ചോദിച്ചുള്ളൂ. ഈ ചെസ് ബോർഡിലുള്ള 64 കളങ്ങളിൽ നിറയ്ക്കുന്ന അരി മതി. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ, ആദ്യത്തെ ഈ കളങ്ങളിൽ 64 കളങ്ങളിലെ ആദ്യത്തെ കളത്തിൽ ഒരു അരിമണിയും, രണ്ടാമത്തെ മണി അതിൻ്റെ ഇരട്ടി 2 മണിയും, മൂന്നാമത്തെ കളത്തിൽ അതിൻ്റെ ഇരട്ടി 4 മണിയും, അങ്ങനെ 64 കളങ്ങൾ നിറച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ട് രാജാവ് ആകെ പൊട്ടിച്ചിരിച്ചു. ഇത്രയും വലിയൊരു ഓഫർ കൊടുത്തിട്ട് ഇത്രയും നിസ്സാരമായ ഒരു ആവശ്യമാണല്ലോ ഉന്നയിച്ചത് എന്ന് രാജാവിന് തോന്നി. എന്തായാലും ആ സാധു മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ രാജാവ് ഒരു ചാക്ക് അരി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചെസ് ബോർഡിലെ ആദ്യത്തെ കളത്തിൽ 1 മണിയും, രണ്ടാമത്തെ കളത്തിൽ അതിൻ്റെ ഇരട്ടിയായ 2 മണിയും, മൂന്നാമത്തെ കളത്തിൽ അതിൻ്റെ ഇരട്ടി 4, പിന്നീട് 8, പിന്നീട് 16, പിന്നീട് 32, അങ്ങനെ കളങ്ങൾ നിറച്ചു തുടങ്ങി. അങ്ങനെ 10 കളങ്ങൾ നിറഞ്ഞപ്പോൾ 512 അരികൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അത് 20 കളങ്ങളിലായപ്പോൾ 5,24,000 ചില്ലാനും അരിമണികൾ വേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് ഓരോ കളങ്ങളിലും അതിൻ്റെ ഇരട്ടി വന്നപ്പോഴേക്കും 25 കളങ്ങളായപ്പോൾ 1,67,77,000 ചില്ലാൻ അരികൾ വേണ്ടി വന്നു. പിന്നീട് അടുത്ത 5 കളങ്ങളിലേക്ക് ഉള്ള അരികൾ ആ രാജ്യത്തുനിന്ന് പല ഭാഗങ്ങളിൽ നിന്നും വരുത്തേണ്ടതായി വന്നു. അങ്ങനെ 30 കളങ്ങൾ നിറഞ്ഞപ്പോൾ 53,68,00,000 ചില്ലാനും അരിമണികൾ വേണ്ടി വന്നു. പിന്നീടുള്ള ഓരോ കളങ്ങളിലേക്കും അരിമണികൾ നിറയ്ക്കാൻ രാജ്യത്തെ അരിമണികൾ മുഴുവൻ തീർന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ 35ാമത്തെ കളം നിറഞ്ഞപ്പോൾ 1,717 കോടിയും, 40ാമത്തെ കളം നിറഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ ആകെ കൈവിട്ടു പോയിരുന്നു. 40ാമത്തെ കളത്തിലേക്ക് 54,966 കോടി അരിമണികൾ വേണ്ടി വന്നു. ആ രാജ്യത്തുള്ള മുഴുവൻ അരിമണികളും കൊണ്ടുവന്നിട്ട് പോലും ഓരോ കളങ്ങൾ നിറയ്ക്കാൻ രാജാവ് പാടുപെട്ടു. പക്ഷേ കാര്യങ്ങൾ 40-45 കഴിഞ്ഞപ്പോഴേക്കും സ്ഥിതി വളരെ മോശമായി. രാജാവ് തോൽവി സമ്മതിക്കാനുള്ള
തയ്യാറെടുപ്പിലായി. 40 കളങ്ങളിലെ 54,966 കോടി കഴിഞ്ഞാൽ 41ാമത്തെ കളത്തിലേക്ക് അതിൻ്റെ ഇരട്ടിയും 42ാമത്തെ കളത്തിലേക്ക് അതിൻ്റെ ഇരട്ടിയും വരുമ്പോഴേക്കും രാജ്യം കംപ്ലീറ്റ് രാജ്യത്തുള്ള സകല അരികളും തീർന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടം പേടിക്കേണ്ടതായിട്ട് അവസ്ഥയിലെത്തിയും രാജാവ് അതിൻ്റെ ഭീകരത മനസ്സിലാക്കി ഇത് ഒരിക്കലും ഈ 64 കളങ്ങൾ പൂർത്തിയാക്കാൻ ലോകത്തുള്ള സകല അരികൾ കൊണ്ടുവന്നാലും കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. രാജാവ് അവസാനം ആ സാധു മനുഷ്യൻ്റെ കാൽക്കൽ വീണ് ഈ രാജ്യത്തെയും ഈ രാജാവിനെയും എന്നെയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു എന്നതാണ് കഥ. സോ ഈ കഥയിൽ നിന്നും ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നും ഈ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്. പക്ഷേ അതിൻ്റെ ഭീകരത അത് നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഇത് മനസ്സിലാവുന്നത്. സോ ഈ കഥയിൽ നിന്നും ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണെന്ന് മനസ്സിലായി കാണും. ഇതേ സംഭവം തന്നെയാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പോലും എടുക്കുന്നത്. നമ്മളൊരു ലോങ്ങർ ടേമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് 10% അല്ലെങ്കിൽ 15% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ അത് 20 വർഷവും 30 വർഷവും 40 വർഷത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ നമ്മൾ അതിൻ്റെ വെൽത്ത് ക്രിയേഷൻ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ്. നമ്മളൊരു വലിയ കാലയളവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വെൽത്ത് ജനറേഷൻ നടക്കുന്നത്. ഒരു ചെറിയ പെർസെൻറ്റേജിന് 10% അല്ലെങ്കിൽ 12% അല്ലെങ്കിൽ 15% ആണ് നമ്മൾക്ക് റിട്ടേൺ ലഭിക്കുന്നതെങ്കിലും എപ്പോഴും 20 വർഷം 30 വർഷം കാലയളവിലേക്ക് നിക്ഷേപിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സമ്പത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ 1 ലക്ഷം രൂപ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ, ഒരു മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ നിക്ഷേപിച്ചാൽ ഏകദേശം ഒരു ആവറേജ് 14% റിട്ടേൺ ആണ് ഒരു മ്യൂച്വൽ ഫണ്ട് തരുന്നതെങ്കിൽ ആ 1 ലക്ഷം രൂപ 30 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ആ 1 ലക്ഷം രൂപ 50 ലക്ഷമാകും. നേരെ മറിച്ച് അത് 35 വർഷം കഴിഞ്ഞാൽ അത് 98 ലക്ഷമാകും. ഏകദേശം 1 കോടി രൂപ, 1 ലക്ഷം രൂപ 1 കോടിയാവാൻ 35 വർഷം മതി. നേരെ മറിച്ച് പിന്നീട് അവിടം കൊണ്ടുള്ള 5 വർഷം, അത് 40 വർഷത്തേക്കാണെങ്കിൽ അത് 1,88 ലക്ഷം വരും അതിൻ്റെ റിട്ടേൺ. ദിസ് ഈസ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. അതേപോലെ തന്നെയാണ് SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലെയും സ്ഥിതി. നമ്മളൊരു 5,000 രൂപ എല്ലാ മാസവും നിക്ഷേപിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 30 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ നമ്മൾ എത്ര എമൗണ്ട് നമ്മൾ അടയ്ക്കും? 5,000 × 12 60,000 രൂപ ഒരു വർഷത്തിൽ. അങ്ങനെയാകുമ്പോൾ 30 വർഷത്തിൽ നമ്മൾ 18 ലക്ഷം രൂപ അടയ്ക്കും. അതും ഓരോ മാസം വെച്ചിട്ട് 30 വർഷങ്ങൾ അടയ്ക്കുന്നു. 30ാമത്തെ വർഷവും നമ്മൾ അടയ്ക്കുന്നത് എല്ലാ മാസവും 5,000 രൂപയാണ്. അപ്പോൾ അങ്ങനെ അടച്ചാൽ പോലും നമ്മളൊരു 14% റിട്ടേൺ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലോ ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ 30 വർഷം കൊണ്ട് നമ്മൾ 18 ലക്ഷം രൂപ അടച്ചാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണെന്നറിയോ? അതാണ് 2.78 crores, 2,78 ലക്ഷം രൂപ. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇതുകൊണ്ട് തന്നെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ബിക്കം 8th വണ്ടർ ഓഫ് ദ വേൾഡ്. സോ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിൻ്റെ പവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോകൾ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.